6 കൂട്ടുകാർ നിന്നിട്ട് എവിടെയാണ് ആദ്യം അല്ലടിയ സ്വത്രം കേസ് വിളിക്കുന്നത് അവിടേക്ക് സ്വത്രം ഓടിപ്പോകുവാൻ തക്കവണ്ണം എന്നെ വിളിക്കും, ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലും. അങ്ങനെ സ്വത്രം ചെയ്തുകൊണ്ട് 6 കേസ് ഇരിക്ക വഴി തന്നെ മയക്കുമരുന്നിൽ കേസിൽ കുടുങ്ങി 36 കേസുകളോടൊപ്പം മയക്കുമരുന്ന് കേസുകളും കുത്തിച്ചല്ലടിയെ പൊക്കി എന്നെ സ്വത്രം ചെയ്തുകൊണ്ട് 99, 98 കാലഘട്ടത്തിൽ അല്ലടിയെ സ്വത്രം ചെയ്തുകൊണ്ട് ഭ്രാന്തന്മാരുടെ ഇടയിൽ CPയിൽ സ്വത്രം ചെയ്തുകൊണ്ട് അല്ലടിയെ 3000 സ്വത്രം ജയിൽ കെട്ടർന്ന അല്ലടിയ അറയിൽ എന്നെ അടയ്ക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ 6ഉം 7ഉം കേസ് ഒരു ദിവസം കോടതിയിൽ വിളിക്കുമ്പോഴും ജീവിതത്തിലെ കേസുകൾ അല്ലടിയ സ്വന്തം കാര്യങ്ങളെ നോക്കുവാനും അല്ലടിയ സ്വത്രം ചെയ്ത അടിമ കേസുകളിൽ സ്വത്രം ചെയ്ത് തിങ്കളും വെള്ളിയിലും അല്ലടിയ റവന്യൂ ഇന്റലിജൻസ് ഓഫീസിൽ അല്ലടിയ സ്വത്രം ചെയ്തുകൊണ്ട് 2 സ്വത്രം ചെയ്തോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ, തിരുവല്ലം സ്വത്രം പോലീസ് സ്റ്റേഷനിൽ, കോവളം പോലീസ് സ്റ്റേഷനിൽ അവിടെയെല്ലാം ചെന്ന് 6 മണിക്ക് ഒപ്പിട്ട് പിന്നീട് എന്റെ വീട്ടിനകത്ത് കഞ്ഞി ഉണ്ടാകുവാൻ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ആത്മഹത്യ ചെയ്യുവാൻ എനിക്ക് ഒരിക്കലും കഴിയാത്ത എന്റെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ പിടിച്ചു നിന്ന് 36 കേസുകളും അല്ലടിയെ നടത്തി അല്ലടിയെ സ്വത്രം ചെയ്യുന്ന അതിനോടൊപ്പം സ്വത്രം ചെയ്ത് മയക്കുമരുന്ന് കേസിൽ കുടുങ്ങിപ്പോയി ജീവിതത്തിന്റെ കാര്യങ്ങൾ നടത്തുവാൻ എനിക്ക് അല്ലെങ്കിൽ കഴിയാതെ പോയി എല്ലാ മേഖലകളിലും തകർന്ന് തെരുവും തിന്നയായിട്ടും എന്നെ കരം താങ്ങിയ ഒരു യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാനാണ് ഇവിടെ വന്നത്. ആ രക്ഷകൻ നല്ലവനാണ്, തമ്പുരാൻ. ആ തമ്പുരാനെ കുറിച്ചൊന്ന് പറയട്ടെ. ദൈവത്തിന്റെ മക്കളെ, ഇന്ന് പകൽക്കാലം അല്ലടിയ സ്വത്രം ചെയ്തു അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന് പകൽക്കാലം കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ മദ്യപിക്കുന്ന കൂട്ടുകെട്ടിന്റെ നടുവിലാണ് എന്റെ ജീവിതം. അല്ലടിയ പ്രഭാതത്തിൽ ഒരു പുല്ലുമെടുത്തുകൊണ്ട് എവിടെയെങ്കിലും ചെന്നിരുന്നാൽ വിനയൻ അല്ലടിയായി എന്റെ പേര് ഇപ്പോഴാണ് വിനയനായത്. അന്ന് വിനായകൻ എന്നാണ് സ്വത്രം ചെയ്യുന്നത് എല്ലാവരും വിളിച്ചിരുന്നത്. കോവളം ക്രൈമിലും പോലീസ് അല്ലടിയ സ്റ്റേഷനിലും കേസ് ഡയറിയിലൊക്കെയും വിനായകൻ എന്നാണ് എന്റെ പേര് എഴുതിയിരുന്നത്. തമ്പുരാനെ ആരാധിച്ചതുകൊണ്ട് എനിക്ക് ഞാൻ തന്നെ അങ്ങ് ഉപേക്ഷിച്ചു. ആ വിനായകൻ വേണ്ട, വിനയൻ എന്ന് മനസ്സിലാക്കി എനിക്ക് വിനയമുള്ള ഒരു തമ്പുരാൻ എനിക്കുള്ളതിന്റെ പേര്, എന്റെ പേരിന് വിനയൻ എന്ന് മനസ്സിലാക്കി ഞാൻ വിനയൻ എന്റെ പേര് ഞാൻ തന്നെ ഇടുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് പകൽക്കാലം സ്വത്രം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ സ്വത്രം ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനുകളിലും അല്ലടിയ സ്വത്രം ചെയ്തുകൊണ്ട് അവിടെ പ്രതികളെ കൊണ്ടുവരുമ്പോൾ അവരെ ആക്രമിക്കുവാൻ സബ് ഇൻസ്പെക്ടർ ചുമതലപ്പെടുത്തുന്നത് എന്നെയാണ്. ഞാൻ തുറന്നങ്ങോട്ട് കയറും മുമ്പേ അവനെ ഇടിച്ചു ഉടവാതാക്കിക്കോളൂ എന്ന് പറഞ്ഞില്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ എന്നെ ഇടിച്ചുടവാക്കും. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് അടി കിട്ടാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് കിടക്കുന്ന പ്രതിയെ ഞാൻ ഇടിച്ചുടവാതാക്കണം. ഏത് ചെയ്യണമെന്ന് ഒന്നും അറിഞ്ഞുകൂടാ. ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം, ആത്മഹത്യയുടെ വക്കിൽ ഇത്രയും വലിയ സ്വന്തം കേസും വഴക്കുകളും ജീവിതത്തിൽ കുടുങ്ങി വന്നിട്ടും ആത്മഹത്യ എന്നൊരു തീരുമാനം ചെയ്യുവാൻ തമ്പുരാനെ അനുവദിച്ചില്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ആരാധിച്ചാൽ, യേശുക്രിസ്തുവിനെ പ്രാർത്ഥിച്ചാൽ എന്ത് ലഭിക്കുമെന്നൊരു ചിന്ത നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ കേട്ടുകൊള്ളുക. ഒരു പാവപ്പെട്ട അമ്മച്ച് അല്ലടിയ സ്വത്രം ഒരു മകനെ വളർത്തി അവനെ സ്വത്രം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുവരുവാൻ കളരി പഠിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടയച്ചു. അല്ലടിയ 2-ാം മാസം കഴിയുമ്പോൾ ചോദിച്ചു, മക്കളെ നീ എത്ര പേര് അടിക്കൂടാ? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 10-50 പേര് വന്നാൽ അടിക്കും. അല്ലടിയ വീണ്ടും സ്വത്രം അമ്മ ചേർന്ന്, നീ ശരിയായില്ല, നീ എന്ത് ചെയ്യണം? വീണ്ടും അല്ലടിയ പഠിക്കാൻ തന്നെ പിന്തുടരുക. ഒരു 2-4 മാസം കഴിഞ്ഞിട്ട് സ്വത്രം ചെയ്തുകൊണ്ട്, മക്കളെ നീ എത്ര പേരെ അടിക്കൂടാ? ഞാൻ അല്ലടിയ സ്വത്രം ഒരു 25 പേരെ അടിക്കും. അപ്പോൾ വീണ്ടും അമ്മ, നീ ശരിയായിട്ടില്ല. വീണ്ടും 1 വർഷം കൂടെ വിട്ടതിന് ശേഷം അല്ലടിയ അമ്മ ചോദിച്ചു, പൊന്നുമോനെ നീ എത്ര പേര് വന്നാൽ അടിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ പൊന്നുമോൻ പറഞ്ഞു, എന്റെ അമ്മ എന്നെ ആരും അടിക്കുകയില്ല, ഞാൻ ആരെയും അടിക്കുകയില്ല. എല്ലാം പഠിച്ച സ്വന്തം കളരി പഠിച്ച അമ്മയുടെ പ്രതീക്ഷയുടെ നടുവിൽ അല്ലെങ്കിൽ മകൻ വിളിച്ചു പറയുകയാണ്, എന്റെ പൊന്നമ്മ എന്നെ ആരെയും അടിക്കയില്ല, ഞാനും ആരെയും അടിക്കയില്ല. ഇതുപോലെയാണ് യേശുക്രിസ്തുവിനെ അറിഞ്ഞു ജീവിച്ചാൽ നിന്നെ ആരും അടിക്കയില്ല, നീ ആരെയും അടിക്കുകയില്ല. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ നാമത്തിൽ സ്വന്തം ദൈവം ഇല്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ മ്ലേച്ഛന്മാരായി സ്വന്തം ചെയ്യുന്ന മൂഢത പ്രവർത്തിക്കുന്നു എന്നാ പറയുന്നത്. എന്റെ ജീവിതത്തിലും സ്വന്തം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സബ് ഇൻസ്പെക്ടർ, നല്ലൊരു സബ് ഇൻസ്പെക്ടർ വന്നിട്ട് അല്ലെങ്കിൽ കോവളം ബീച്ച് മുഴുവനും സ്വത്രം ചെയ്ത് എല്ലാ ബാറുകളിലും
കടന്നു ചെന്ന് സ്വത്രം ഇവന് മദ്യം കൊടുക്കരുതെന്ന് ഒരു സന്ദേശം ഇട്ടു. എന്നാൽ സ്വത്രം ചെയ്തുകൊണ്ട് സബ് ഇൻസ്പെക്ടർ പരാജയപ്പെട്ടു പോകുന്നതല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നില്ല. സബ് ഇൻസ്പെക്ടറിന്റെ മോതിര കല്യാണത്തിന്റെ അന്ന് സകല ബാറുകളിലും ചെന്ന് അടിച്ചു സ്വത്രം ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടാക്കി. ഗുണ്ടാപ്പിനും കോളപ്പിച്ച് ചോദിച്ചിട്ട് തരാത്തവന്മാരെയൊക്കെയും ഓട്ടിച്ചിട്ടടിച്ചു സ്വത്രം ചെയ്തുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നടന്നുണ്ടായിരുന്നു. എന്നാൽ സ്വത്രം കോടതിയും വലിയ സ്വന്തം ഉപദേശക്കാന്മാരുടെ വാക്കുകളിൽ സ്വന്തം രക്ഷപ്രാപിപ്പാൻ കഴിയാത്ത എന്റെ ജീവിതത്തിൽ രക്ഷകനായ ഒരു ദൈവത്തെ ഞാൻ കണ്ടെത്തി. സെൻട്രൽ ജയിൽ പൂജപ്പുരയ്ക്കകത്ത് അവിടെ സ്വത്രം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്വത്രം മയക്കുമരുന്ന് കേസും 33 ക്രിമിനൽ കേസും എന്നേക്കാൾ സ്വത്രം കിടക്കുന്ന അനേകരുടെ നടുവിൽ സ്വത്രം ചെയ്തുകൊണ്ട് കിടക്കുന്ന ഒരു രാത്രിയിൽ 3-4 കൊലക്കേസുകളിലുള്ള അനേകം പ്രതികൾ അതിനകത്ത് കിടന്ന് യേശുവിനെ കണ്ടെത്തിയിട്ട് പറയുന്നു, ഇനി തൂക്കിക്കൊന്നാലും എനിക്ക് വിഷയമില്ല, നല്ലൊരു രക്ഷകനെ ഞാൻ കണ്ടെത്തി. നിനക്കും ജീവിതത്തിൽ തമ്പുരാനായ ദൈവത്തെ അറിയണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നൊരു സന്ദേശം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ മക്കളെ, ഇന്ന് പകൽക്കാലം സ്വത്രം ചെയ്യുന്ന എല്ലാവരും നമ്മുടെ വീട്ടിന്റെ ചുറ്റുപാടുമൊക്കെയും സ്വത്രം വല്ലടിയിൽ നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ യൗവനക്കാരുണ്ട്. അവരൊക്കെ പറയുന്നത് സ്വത്രം ചെയ്തുകൊണ്ട് മദ്യപിച്ച് മദ്യപാനം മാറ്റണമെങ്കിൽ പള്ളിയിൽ പോകണമോ, മദ്യപാനം മാറ്റണമെങ്കിൽ സ്വത്രം ചെയ്തുകൊണ്ട് പള്ളിയിൽ പോയാലേ പറ്റുള്ളമെന്നോ അല്ലെങ്കിൽ സ്വത്രം ഇങ്ങനെയുള്ള ചില വാക്കുകൾ കേൾക്കുന്നു. ദൈവത്തിന്റെ നാമം വിളിച്ചു പറയുന്നു, മനുഷ്യനെ കൊണ്ട് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകും എന്നാണ് ദൈവം